ഇന്ന് നമ്മൾ പറയുന്നത് വിരയുടെ മരുന്ന് കഴിച്ചിട്ടും ചില കുട്ടികൾക്ക് വീണ്ടും വിരയുടെ ശല്യം കാണുന്നുണ്ട്. അതിന് കാരണം എന്താണ്, അവിടെ എന്താണ് ഒരു പാരന്റ് എന്നുള്ള നിലക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ് വിരയുടെ മരുന്ന് കഴിച്ചിട്ടും വിര വരാൻ സാധ്യത. ഒന്ന്, റീ ഇൻഫെക്ഷൻ. അതാണ് ഏറ്റവും കോമൺ കാര്യം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിരയുടെ മരുന്ന് കഴിച്ചു, പക്ഷേ വീണ്ടും മറ്റൊരു വിര നിങ്ങളെ കുഞ്ഞിന്റെ ശരീരത്തിൽ കയറി. അതാണ് ഏറ്റവും കോമൺ റീസൺ അങ്ങനെ വീണ്ടും വിര വരാനുള്ള. രണ്ടാമത്തത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. അതായത് ഒരിക്കൽ വരെ വന്നപ്പോൾ നിങ്ങൾ മരുന്നെടുത്തു, പക്ഷെ നിങ്ങൾ പ്രോപ്പറായി എടുത്തില്ല, അല്ലെങ്കിൽ ഡോസ് മിസ്സായി. മൂന്നാമത്തെ കാര്യം, വീട്ടിലെ മറ്റ് മെമ്പേഴ്സിൽ നിന്നും വരുന്നു. അത് ആക്ച്വലി റീഇൻഫെക്ഷന് തുല്യം തന്നെയാണ്, പക്ഷെ ഞാൻ വീണ്ടും അത് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് അതിന് വീണ്ടും ഒരു പോയിന്റ് ആയി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഒരിക്കൽ വന്ന കുട്ടിക്ക് വീണ്ടും വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പം നമുക്ക് റീ ഇൻഫെക്ഷനെ കുറിച്ച് പറയാം. എന്തുകൊണ്ടാണ് ഒരിക്കൽ വരെ വന്നു, മരുന്ന് കഴിച്ചു, വരെ പോയി, വീണ്ടും റീ ഇൻഫെക്ഷൻ വരാനുള്ള കാരണം എന്താ? അവിടെ പലപ്പോഴും പല കാരണങ്ങൾ ഉണ്ടാകാം. ഒന്ന്, പോർ ഹാൻഡ് വാഷ് ആകാം, നഖം കടിക്കുന്ന ശീലം ഉണ്ടാകാം, അല്ലെങ്കിൽ ലോങ് നെയിൽസ് ആകാം, നീണ്ട നഖങ്ങളാകാം. അതോടൊപ്പം കുട്ടി പാദരക്ഷ ധരിക്കാതെയുള്ള നടത്തം, കാരണം കാലിലൂടെ അത് കയറാം ചില വിരകൾ. എപ്പോഴും മണ്ണ് കളിക്കുന്ന ശീലമുള്ള കുട്ടികൾക്ക് കണ്ടാമിനേറ്റഡ് ആയി, അതായത് വൃത്തിഹീനമായ വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് മൂലം വീണ്ടും വരാം. പോർ ടോയ്ലറ്റ് ഹൈജീൻ, വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യുക. അതുപോലെ അപ്പൊ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് റീ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. അപ്പൊ എന്ത് മനസ്സിലായി? നിങ്ങൾ വിരക്കുള്ള മരുന്ന് കഴിച്ചാൽ മാത്രം പോരാ, ഇത്തരം കാര്യങ്ങളിൽ നിന്നൂടെ വിട്ടു നിന്നാൽ മാത്രമാണ് നിങ്ങളുടെ കുട്ടിക്ക് വീണ്ടും ഇൻഫെക്ഷൻ വരാതിരിക്കാൻ സഹായിക്കത്തുള്ളൂ. അടുത്താണ് ഇൻകംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ, ഇൻകംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി നിങ്ങളുടെ കുട്ടിക്ക് വരെ വന്നു കഴിഞ്ഞാൽ 2 ഡോസ് കൃത്യമായി കഴിച്ചിരിക്കണം. ആ ഓരോ കുട്ടിക്കും ഓരോ ഡോസാണ്, അത് നിങ്ങളെ പീഡിയാട്രിഷ്യൻ എഴുതി തരും. അപ്പൊ ആ 2 ഡോസുകൾ കൃത്യമായി കഴിക്കാത്ത ഡോസ് മുടക്കുകയോ മറ്റോ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വീണ്ടും ഇൻഫെക്ഷൻസ് വരാറുണ്ട്. മറ്റൊന്നാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, സ്പ്രെഡ് ഫ്രം ഫാമിലി മെമ്പേഴ്സ്. അതായത് എൻ്റെ കുട്ടീൻ്റെ വരെ മാറി, പക്ഷേ വീട്ടിലെ ആരുടെയോ ദേഹത്തു നിന്ന് വീണ്ടും റീഇൻഫെക്ഷൻ വരുന്നു എന്നുള്ളത്. അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒന്നാണ്. ഇത് വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ചികിത്സിക്കുമ്പോൾ ഫാമിലി മെമ്പേഴ്സിനും കൂടി ചികിത്സിക്കാൻ പറയാറുണ്ട്, പ്രത്യേകിച്ച് വീണ്ടും വിരയുടെ ശല്യം വരുന്ന കുട്ടികളുടെ കേസിൽ. ക്ലിയർ ആണോ? ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പാരന്റ്സിന് ഇങ്ങനെ വീണ്ടും റീഇൻഫെക്ഷൻ വരാതിരിക്കാൻ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഒന്ന്, പ്രോപ്പറായി ഹാൻഡ് വാഷിനെ പ്രൊമോട്ട് ചെയ്യുക. എപ്പോഴും നഖം വെട്ടി ചെറുതായിരിക്കണം, കാരണം അതിലൂടെയാണ് സ്പ്രെഡ് ഉണ്ടാകുന്നത്. നഖം കടിക്കുന്ന ശീലങ്ങൾ ഒഴിവാക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ ഡെയിലി ബാത്തിങ് ആൻഡ് പേഴ്സണൽ ഹൈജീനെ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിളും വാഷ് ചെയ്തിട്ട് കഴിക്കുക. സേഫ് ഡ്രിങ്കിങ് വാട്ടറും സേഫ് ഫുഡ് ഉണ്ടായിരിക്കുക. പുറത്തിറങ്ങുന്ന സമയത്ത് സ്ലിപ്പേഴ്സ് ധരിച്ചു കൊടുക്കുക. പ്രോപ്പർ ഹൈജീൻ ആയിട്ടുള്ള ടോയ്ലറ്റ്സ് മാത്രം ഉപയോഗിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ അണ്ടർ ഗാർമെന്റ്സും ആ കുട്ടി ഉപയോഗിക്കുന്നതും ആയിട്ടുള്ള വസ്ത്രങ്ങൾ, ബ്ലാങ്കറ്റ്സ്, ബെഡ്ഷീറ്റ്, ഒരു ഇൻഫെക്ഷൻ വന്നതിന് ശേഷം നിങ്ങൾ മരുന്ന് കുടിക്കുന്ന സമയത്ത് തന്നെ ഇതും പ്രോപ്പറായി ക്ലീൻ ചെയ്യുക. അതോടൊപ്പം തന്നെ അണ്ടർ ഗാർമെന്റ്സ് നല്ല രീതിയിൽ ഡെയിലി വാഷ് ചെയ്യുന്ന ശീലം ഉണ്ടാക്കുക. ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ ഷെയർ ചെയ്യാതിരിക്കുക ഇത്തരം നമ്മുടെ ടവൽസും അത്തരം കാര്യങ്ങൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും റീഇൻഫെക്ഷൻ തടയാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് നിങ്ങൾ ഈ ടവൽസ് ഒക്കെ ഷെയർ ചെയ്യാതിരിക്കുക കുട്ടികളുമായിട്ട്. അതുപോലെ തന്നെ അടുത്തൊന്ന്, ഈ റീഇൻഫെക്ഷൻ വരാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, നിങ്ങളുടെ കുട്ടിക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ചികിത്സിക്കുമ്പോൾ കൂടെ ഫാമിലി മെമ്പേഴ്സിനും കൂടെ ചികിത്സിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അവർക്ക് കൂടി ഗുളിക വാങ്ങിച്ചു കൊടുക്കുക. അപ്പം അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് ഒരിക്കൽ ഈ വിരയുടെ അസുഖം വന്നാൽ അന്ന് ഡോക്ടർ എഴുതി തരുന്ന മരുന്ന് പ്രോപ്പർ ഡോസ് കംപ്ലീറ്റ് ആക്കി കഴിക്കാം. അതാണ് അടുത്ത കാര്യം. നിങ്ങളെ കുട്ടിക്ക് മറ്റൊരു മെയിൻ കാര്യമാണ്, നിങ്ങളെ കുട്ടിക്ക് ഒരിക്കൽ വിരയുടെ ശല്യം വന്നു കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കും. ആ മരുന്ന് 2 ആഴ്ച കഴിക്കും. പക്ഷെ അതിനുശേഷം നേരത്തെ പറഞ്ഞ ഈ ഹൈജീൻ സ്റ്റെപ്പുകൾ പലപ്പോഴും പാരന്റ്സ് ഓർക്കാറില്ല. അതുകൊണ്ടാണ് ഈ റീഇൻഫെക്ഷൻ വരാനുള്ള മറ്റൊരു കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മരുന്ന് മാത്രം പോരാ, അതിന് കൂടെ തന്നെ ഈ മുമ്പ് പറഞ്ഞ എല്ലാ ഹൈജീൻ സ്റ്റെപ്പും അതോടൊപ്പം മുമ്പോട്ട് അത് കണ്ടിന്യൂ ചെയ്യണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും എന്താണ് നമ്മൾ പറഞ്ഞത്? ഇത്രയും പറഞ്ഞത് എങ്ങനെ നമുക്ക് ഈ റീഇൻഫെക്ഷൻ തടയാം എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ആദ്യം ഇൻഫെക്ഷൻ വരുമ്പോൾ ചികിത്സ പ്രോപ്പറായിട്ട് 2 ആഴ്ച കഴിക്കുക. 2, ഹൈജീൻ മെഷേഴ്സ് എടുക്കുക. ചികിത്സ കഴിഞ്ഞാലും ഹൈജീൻ മെഷേഴ്സ് മുമ്പോട്ട് കൊണ്ടുപോകുക. വീട്ടിലുള്ള ആളുകൾക്ക് കൂടി ചികിത്സ കൊടുക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും പല കേസിലും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ്, ഈ വിരയുടെ ശല്യം കുറക്കാൻ പറ്റും. ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ അത് മനസ്സിലായി എന്നുണ്ടെങ്കിൽ മറ്റു പാരന്റ്സിലോട്ട് എത്തിക്കാൻ സഹായിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് എന്ന് പരിഗണിക്കുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരും ദിവസങ്ങളിൽ കാണാം. നിങ്ങൾക്ക് അറിയേണ്ട, ഇതുപോലെ ഡീറ്റെയിൽ ആയി അറിയേണ്ട ടോപ്പിക്സുകൾ അതിൻ്റെ പേര് താഴെ കമൻറ്റ് ചെയ്താൽ ആ ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്ത് ഞാൻ പ്രസൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ പ്രസന്റേഷൻ രീതി, PPT വെച്ചുള്ള പ്രസന്റേഷൻ രീതി നിങ്ങൾക്ക് മനസ്സിലായോ, അതോ അത് ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്യുക, പറയുക. അപ്പോൾ അടുത്ത വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.